ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC കോൾ ക്രാക്കർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് HSA സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുമായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് പാർട്ട് 1-ലെ മൊഡ്യൂൾ 1-ൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ പറയുന്ന ടോപ്പിക്ക് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്. എന്തൊക്കെ പോയിന്റുകളാണ് നമുക്ക് HSAക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് മാത്രമാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ റിനൈസൻസ്. ഫസ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ്. നമുക്കറിയാം, ഇന്ത്യൻ നവോത്ഥാന നായകരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് രാജാറാം മോഹൻ റോയ്. ഞാനിവിടെ മലയാളത്തിലും ഇത് പറയുന്നുണ്ട്. കാരണം HSA സോഷ്യൽ സയൻസ് ഫോക്കസ് ചെയ്യുന്നവർക്ക് എന്തായാലും അവരുടെ സിലബസിൽ ഈ ഒരു പാർട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് മലയാളത്തിലായിരിക്കും അവർക്ക് ആ ക്വസ്റ്റ്യൻ വരിക. പക്ഷേ ഇതിൻ്റെ പാർട്ട് എയിലും ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതിനനുസരിച്ച് ഇംഗ്ലീഷും മലയാളവും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് കേൾക്കുക. രാജാറാം മോഹൻ റോയ് ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. അദ്ദേഹം മരിച്ചത് ബ്രിസ്റ്റോളിൽ, ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. The Mughal emperor who gave the title Raja to Ram Mohan Roy. ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് റാം മോഹൻ റോയ് എന്നായിരുന്നു. അദ്ദേഹത്തിന് രാജ എന്ന് പേര് കൊടുത്തത് അക്ബർ രണ്ടാമൻ. ദ മുഗൾ എംപർ അക്ബർ രണ്ടാമനാണ് രാജ എന്നുള്ള ആ ഒരു പേര് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചത്. ഫസ്റ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ രാജാറാം മോഹൻ റോയ്. അതെല്ലാവർക്കും അറിയുന്നതാണ് ആത്മീയ സഭ. 1815, ആ വർഷം ഓർത്തിരിക്കുക, 1815 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ രൂപീകരിച്ചത്. ദ ഇന്ത്യൻ ലീഡർ ഹു ഫൗണ്ടഡ് വേദാന്ത കോളേജ് അറ്റ് കൊൽക്കത്ത. കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. ആ വർഷം കൂടി ഓർത്തിരിക്കുക, 1825. ആദ്യം ആത്മീയ സഭ പറഞ്ഞ 1815. അത് കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 1825 വേദാന്ത കോളേജ് കൊൽക്കത്തയിലാണ് അദ്ദേഹം സ്ഥാപിച്ചത്. ദ ഫസ്റ്റ് ഇന്ത്യൻ ഹു വെന്റ് ടു യൂറോപ്പ് ബൈ സീ. കടൽ മാർഗം യൂറോപ്പിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ തുടർച്ചയായിട്ടുള്ള പ്രവൃത്തി കൊണ്ട്, അതായത് സതി വാസ് ബാൻ ഇൻ ഇന്ത്യ 1829. In continuation of the actions taken by Rajaram Mohan Roy, Sati was banned in 1829, December 4. 1829 ഡിസംബർ 4-നാണ് സതി നിരോധിച്ചത്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, പ്രോഫറ്റ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ, ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ, ദ ഹീറോ ഓഫ് മോഡേൺ ജേർണലിസം, the hero of modern person known as the hero of modern age, pioneer of Indian political movement. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇത്ര വിശേഷണമുള്ള വേറൊരു വ്യക്തിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓപ്ഷന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആത്മീയ സഭ ലേറ്റർ ബിക്കെയിം ബ്രഹ്മ സമാജ്. നമ്മൾ പറഞ്ഞു 1815 സ്ഥാപിച്ച ആത്മീയ സഭയാണ് പിന്നീട് ബ്രഹ്മ സമാജ് എന്ന സംഘടനയായിട്ട് മാറിയത്. ദ ഫൗണ്ടർ എഡിറ്റർ ഓഫ് സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി എന്ന പത്രത്തിൻ്റെ ഫൗണ്ടർ എഡിറ്ററാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ ഭഗവത്ഗീത വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ബംഗാളി ബൈ രാജാറാം മോഹൻ റോയ്. ഭഗവത്ഗീത ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും രാജാറാം മോഹൻ റോയ് ആണ്. ദ പ്രിൻസിപ്പിൾ ഫോളോഡ് ബൈ രാജാറാം മോഹൻ റോയ്, മോണോത്തിസം, ഏകദൈവ വിശ്വാസത്തിൽ ആ ഒരു തത്വം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഏതൊക്കെയാണ്? എ ഗിഫ്റ്റ് ഓഫ് മോണോത്തിസം, ദ പെർസെപ്റ്റ് ഓഫ് ജീസസ്, തുഫത്തുൽ മുവഹിദീൻ. ബ്രഹ്മസമാജത്തെ കുറിച്ച് കുറച്ച് പോയിന്റ് കൂടി പറയാം. ബ്രഹ്മസമാജ് വാസ് സ്പ്ലിറ്റ് ഇൻടു 2 in 1866. 1866 ബ്രഹ്മസമാജ് രണ്ടായി പിളർന്നു. ഏതൊക്കെയാണ് ആ രണ്ടെണ്ണം? ആദി ബ്രഹ്മസമാജും ഭാരതീയ ബ്രഹ്മസമാജും. ആദി ബ്രഹ്മസമാജ് ലെഡ് ബൈ ദേവേന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ അല്ല കേട്ടോ,
അത് പ്രത്യേകം ഓർത്തിരിക്കുക. ദേബേന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യ ബ്രഹ്മസമാജ് പിന്നീട് ലീഡ് ചെയ്തത്. അതുപോലെ ഭാരതീയ ബ്രഹ്മസമാജ് വാസ് ലെഡ് ബൈ കേശബ് ചന്ദ്ര സെൻ. കേശബ് ചന്ദ്ര സെൻ ആണ് ഭാരതീയ ബ്രഹ്മസമാജ് ലീഡ് ചെയ്തതും. സാധാരൺ ബ്രഹ്മസമാജാണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന്റെ മറ്റൊരു ഓർഗനൈസേഷൻ. സാധാരൺ ബ്രഹ്മസമാജ് വാസ് ഫൗണ്ടഡ് ബൈ ആനന്ദ് മോഹൻ ബോസ് ആൻഡ് ശിവാനന്ദ ശാസ്ത്രി. ഇനി അടുത്ത ലീഡറാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലാണ്. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഗുജറാത്തിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം, അതായത് കുട്ടിക്കാലത്തെ പേര് ചോദിച്ചിട്ടുണ്ട്, മൂൽ ശങ്കർ. ഇത് പല എക്സാമിനും PSC ആവർത്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂൽ ശങ്കർ ആരുടെ നാമമാണ്? അതായത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പേരാണ് മൂൽ ശങ്കർ. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതാണ് കാൽവിൻ ഓഫ് ഹിന്ദുയിസം, ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷൻ എന്നും അദ്ദേഹത്തെ പറയുന്നുണ്ട്. അതുപോലെ മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ മാർട്ടിൻ ലൂതർ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ചിലപ്പോൾ എബ്രഹാം മാൽപ്പൻ എന്ന് നമുക്ക് ട്രാപ്പ് അവിടെ ഉണ്ടാവും. അപ്പം ഓർത്തിരിക്കുക, മാർട്ടിൻ ലൂതർ ഓഫ് ഈസ്റ്റ് ആണ് എബ്രഹാം മാൽപ്പൻ. മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുയിസം അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതി എസ്റ്റാബ്ലിഷ് ആര്യ സമാജ് ഇൻ 1875 at Mumbai. Go back to Vedas is the slogan raised by Dayananda Saraswati. Go back to Veda. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ ഇവിടെ നമ്മൾ ഓർക്കുക, ഗോ ബാക്ക് ടു ഗീത. അതാരാണ്? സ്വാമി വിവേകാനന്ദൻ. ഇത് മാറിപ്പോവരുത്, രണ്ടും ക്ലാഷ് ആയി പോവരുത്. ഗോ ബാക്ക് ടു വേദങ്ങളിലേക്ക് മടങ്ങാനാണ് ആര് പറഞ്ഞത്? സ്വാമി ദയാനന്ദ സരസ്വതി. ദ ഫേമസ് സ്ലോഗൻ ഇന്ത്യ ഫോർ ഇന്ത്യൻസ് വാസ് റൈസ്ഡ് ബൈ ദയാനന്ദ സരസ്വതി. ഫൗണ്ടർ ഓഫ് ശുദ്ധി മൂവ്മെന്റിന്റെ ഫൗണ്ടറും ദയാനന്ദ സരസ്വതിയാണ്. മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ ദയാനന്ദ സരസ്വതി ടു കൺവേർട്ട് നോൺ ഹിന്ദുസ് ടു ഹിന്ദുയിസം. അതായത് നോൺ ഹിന്ദുസിനെ ഹിന്ദുയിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ശുദ്ധി മൂവ്മെന്റ് ദയാനന്ദ സരസ്വതി ആരംഭിച്ചത്. ഫസ്റ്റ് ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ വാസ് ഫൗണ്ടഡ് അറ്റ് ലാഹോറിലാണ് 1885 ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിച്ചത്. വേദഭാഷ ഭൂമിക, സത്യാർത്ഥ പ്രകാശ് ആർ ദ ഫേമസ് വർക്ക് ഓഫ് ദയാനന്ദ സരസ്വതി. വേദഭാഷ ഭൂമിക, സത്യാർത്ഥ പ്രകാശ, ഈ 3 ഫേമസ് വർക്ക് ഓർത്തിരിക്കുക. ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ദ സോഷ്യൽ റിഫോമർ who died at the Jodhpur palace by intaking poison food. ഇനി നമുക്ക് ആര്യ സമാജിന്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം. 1875 ആര്യ സമാജ് ഫൗണ്ട് ചെയ്തത്. മുംബൈയിലാണെന്ന് പറഞ്ഞു. ഹെഡ് ക്വാർട്ടേഴ്സ് അജ്മീർ, രാജസ്ഥാനിലെ അജ്മീർ എന്ന പ്രദേശത്താണ് ആര്യ സമാജത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതിന്റെ മോട്ടോ പറഞ്ഞാൽ സിവിലൈസ് ദ വേൾഡ്. ബ്രഹ്മസമാജത്തിന് മോട്ടോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ആര്യ സമാജത്തിന് മോട്ടോ ഓർത്തിരിക്കുക, സിവിലൈസ് ദ വേൾഡ്. ദ ന്യൂസ് പേപ്പർ ഓഫ് ആര്യ സമാജ്, ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ആര്യപ്രകാശ്, അതിൽ തന്നെ ഉണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ. ആര്യപ്രകാശ് ആണ് ആര്യ സമാജത്തിന്റെ ന്യൂസ് പേപ്പർ. നെക്സ്റ്റ് വൺ, മോത്തിലാൽ നെഹ്റു. അദ്ദേഹം ജനിച്ചത് അലഹബാദ്, ബോൺ അറ്റ് അലഹബാദ്. ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനാണ് മോത്തിലാൽ നെഹ്റു, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം മരിച്ചത് ലക്നൌവിൽ വെച്ചാണ്. ദ സെഷൻസ് ഇൻ വിച്ച് മോത്തിലാൽ നെഹ്റു ബിക്കെയിം ദ INC പ്രസിഡന്റ് 1919 and 1928. 1919 1928 മോത്തിലാൽ നെഹ്റു INC പ്രസിഡന്റ് ആയത്. ദ നെഹ്റു റിപ്പോർട്ട് വാസ് പ്രിപ്പയർഡ് ഇൻ ദ ഇയർ 1928. 1928 നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. The founders of Swaraj Party, മോത്തിലാൽ നെഹ്റു and C.R. Das. മോത്തിലാൽ നെഹ്റുവും C.R. ദാസുമാണ് സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടേഴ്സ്. The house of മോത്തിലാൽ നെഹ്റു which was donated to INC, ആനന്ദ് ഭവൻ, അലഹബാദിലുള്ള അദ്ദേഹത്തിന്റെ വീട് INCക്ക് ഡൊണേറ്റ് ചെയ്തു. ആനന്ദ് ഭവൻ എന്നാണ് ആ വീടിന്റെ പേര്. മോത്തിലാൽ നെഹ്റു ലെഫ്റ്റ് INC at ഗയ സെഷൻ
1920. 1922 ഗയ സെഷനിലാണ് മോത്തിലാൽ നെഹ്റു INC നിന്ന് പിന്മാറിയത്. നെക്സ്റ്റ് വൺ ജ്യോതിറാവ് ഫൂലെ. ദ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റവല്യൂഷൻ ജ്യോതിബ ഫൂലെ. ജ്യോതിബ ഫൂലെ എന്നും ചില ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റവല്യൂഷൻ ജ്യോതിബ ഫൂലെ. Jyotiba Phule was described as the father of Indian social revolution by Dhananjay Keer. അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റവല്യൂഷൻ എന്ന് പറഞ്ഞത് ധനഞ്ജയ് കീർ എന്ന ആളാണ്. സത്യശോധക് സമാജ് വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ 1873. 1873 സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ സ്ഥാപിച്ചത്. The mouthpiece of Satyashodhak Samaj, Deenabandhu. Gulamgiri is the work written by Jyotiba Phule. Jyotiba Phuleയുടെ ഫേമസ് വർക്കുകളാണ് ഗുലാംഗിരി, തൃതീയ രത്ന, മാനവ് മുഹമ്മദ്, ഈശ്വര. ജ്യോതിറാവ് ഫൂലെ വാസ് ദ പൊളിറ്റിക്കൽ ലീഡർ ഓഫ് B.R. അംബേദ്കർ. B.R. അംബേദ്കറിന്റെ പൊളിറ്റിക്കൽ ലീഡറാണ് ജ്യോതിറാവ് ഫൂലെ. നെക്സ്റ്റ് വൺ E.V. രാമസ്വാമി നായ്ക്കർ. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ. തമിഴ്നാട് ഫോർ തമിയൻസ് വാസ് റൈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ E.V. രാമസ്വാമി നായ്ക്കർ. തമിഴ്നാട് തമിയൻസിന് എന്ന് പറഞ്ഞ വ്യക്തിയാണ് E.V. രാമസ്വാമി നായ്ക്കർ. അദ്ദേഹത്തെ പറയുന്ന മറ്റൊരു പേരാണ് പെരിയാർ എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ദ പേഴ്സണാലിറ്റി നോൺ ആസ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതും E.V. രാമസ്വാമി നായ്ക്കറാണ്. ദ സോക്രട്ടീസ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ E.V. രാമസ്വാമി നായ്ക്കറാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ സോക്രട്ടീസ് എന്നും അറിയപ്പെടുന്നു. ദ ഇന്ത്യൻ റിനൈസൻസ് ലീഡർ ഹു വോൺ ദ അവാർഡ് ഓഫ് യുനെസ്കോ ഇൻ 1970. 1970 യുനെസ്കോയുടെ അവാർഡ് കിട്ടിയ ഇന്ത്യൻ ലീഡറാണ് E.V. രാമസ്വാമി നായ്ക്കർ. ദ തമിഴ് ലീഡർ ഹു ക്രിറ്റിസൈസ് അഗെയിൻസ്റ്റ് ഹിന്ദി ബിക്കമിങ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഹിന്ദി ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയതിന് ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്ത ഒരു വ്യക്തിയാണ് E.V. രാമസ്വാമി നായ്ക്കർ. അദ്ദേഹം രൂപീകരിച്ച ഓർഗനൈസേഷനാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. 1925 വർഷോർത്തിരിക സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് E.V. രാമസ്വാമി നായ്ക്കർ. ദ സ്റ്റാറ്റ്യൂ ഓഫ് E.V. രാമസ്വാമി നായ്ക്കർ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് വൈക്കം ഹീറോ നമ്മൾ ആദ്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്യൂ കാണപ്പെടുന്നതും വൈക്കത്താണ്. അപ്പോൾ E.V. രാമസ്വാമി നായ്ക്കറെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പബ്ലിക്കേഷനാണ് കുടിയരശ്. അതുപോലെ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നു. തമിഴ്നാട് ഫോർ തമിയൻസ്. തമിഴ്നാട്ടുകാർക്ക് തമിയൻസിന് എന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. പെരിയാർ എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നത് E.V. രാമസ്വാമി നായ്ക്കറാണ്. 1925 അദ്ദേഹം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്ഥാപിച്ചത്. ഇത്രയൊക്കെയാണ് ഇന്ത്യൻ റിനൈസൻസിലെ ആദ്യ ഭാഗത്തിൽ പറയുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്കായാലും ഡിസ്ലൈക്കായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും HSK പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. ബൈ.